അത്രയും നല്ല രീതിയിൽ നമ്മുടെ സർക്കാർ നല്ലൊരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു. അതിൽ ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. നല്ല അഭിമാനകരത്തുകയാണ് ഈ ബഡ്ജറ്റിനെ പറ്റി. ഏതെങ്കിലും സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടോ? 40,000 രൂപ ഇങ്ങോട്ട് തരെയാണ് സർക്കാർ ഞങ്ങൾക്ക്. വളരെ വളരെ നന്ദിയുണ്ട് ഈ സർക്കാരിനോട്. ഓട്ടോ തൊഴിലാളികൾക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു ബജറ്റാണ് ഇത്തവണത്തേത്. ഓട്ടോ തൊഴിലാളികളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും ബജറ്റിൽ വലിയ തുകയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്കെന്തായാലും ബജറ്റിലെ കാര്യങ്ങൾ ഓട്ടോ തൊഴിലാളികളോട് തന്നെ ചോദിക്കാം. തൊഴിലാളികൾ എല്ലാ കാലത്തും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് LDF സർക്കാർ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിലായാലും ഓട്ടോ തൊഴിലാളികൾക്ക് സന്തോഷം തരുന്ന കുറേ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, അത് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ പോയിട്ട് സ്ക്രാപ്പ് ചെയ്യുന്ന വണ്ടിയൊക്കെ 40,000 രൂപ, ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ പലവിധ കാര്യങ്ങൾ നമ്മുടെ ഈ LDF സർക്കാർ വന്ന ശേഷമാണ് നമുക്ക് ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കേരള സർക്കാർ കൊണ്ടുവന്ന മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ, അത് കേരളത്തിലെ സർക്കാർ LDF സർക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ്. അവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ, അവരുടെ ജീവിതം 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ആശുപത്രികളിൽ കിട്ടേണ്ട പരിരക്ഷ, അത് കൃത്യമായിട്ടും ഈ സർക്കാർ നടപ്പാക്കി. ഓട്ടോ തൊഴിലാളികൾ ആരും പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഈ 10 വർഷം കൊണ്ട് ഈ ഭരണം വന്നതിന് ശേഷം അവരെയും മനസ്സിലാക്കേണ്ട, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനായിട്ട് ഈ ഒരു ഗവൺമെൻറ്റിന് സാധിച്ചു. അതിൽ ഞാൻ സന്തോഷമാണ്. കാലാകാലങ്ങളിൽ വരുന്ന LDF സർക്കാരാണ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനും ടാക്സി ഡ്രൈവേഴ്സിനും എല്ലാ തൊഴിലാളികൾക്കും അവരുടെ നിലനിൽപ്പിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓട്ടോ തൊഴിലാളികളെന്ന് മാത്രമല്ല, തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. സ്റ്റാൻഡുകളൊക്കെ സ്മാർട്ടായ രീതിയിലാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള അവസരം, മറ്റ് തൊഴിലാളികൾക്ക് ബാത്റൂം സൗകര്യം. 15 വർഷം കഴിഞ്ഞ വാഹനം പൊളിക്കുമ്പം ഏതെങ്കിലും സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടോ? 40,000 രൂപ ഇങ്ങോട്ട് തരെയാണ് സർക്കാർ ഞങ്ങൾക്ക്. ഒരു വിലയും കിട്ടാത്ത വാഹനത്തിന് 40,000 രൂപ നമുക്ക് തരും എന്ന് പറയുമ്പോൾ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇതുപോലൊരു സർക്കാർ ഇന്ത്യയിൽ ഒരു സർക്കാരും നടപ്പിലാക്കിയിട്ടില്ലാത്ത വളരെ അപൂർവമായ ഒരു സംരംഭമാണ് കേരള സർക്കാർ ഇതായി ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളി, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് എന്നൊരു പേരെങ്കിലും ബഡ്ജറ്റിൽ ചേർക്കാൻ കഴിഞ്ഞു. അത് തൊഴിലാളികൾക്ക് സർക്കാരിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും, അതായത് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ തന്നെയാണ്. ഈ സർക്കാർ മീൻസ് LDF സർക്കാർ തന്നെയാണ്. ഇപ്പോൾ പെട്രോൾ ഡീസൽ ഓട്ടോയിൽ നിന്ന് ഈ ഓട്ടോയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണ്. 40,000 രൂപ നമ്മുടെ സർക്കാർ ഇന്നലത്തെ ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇലക്ട്രിക് ഓട്ടോകൾ ഇപ്പം കൂടുതലായിട്ട് വിപണിയിൽ ഇറക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടനുബന്ധിച്ച് ഇപ്പം നമുക്ക് 40,000 രൂപയോളം സബ്സിഡി തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതായത് നമ്മുടെ ഓട്ടോ പൊളിക്കുന്ന സമയത്ത് 40,000 രൂപ തരുന്നുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇപ്പോഴും നമുക്ക് പുരോഗമനമാണല്ലോ ആവശ്യം. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. നമുക്കറിയാം, ഡൽഹി പോലുള്ള സ്ഥലത്ത് വായു മലിനീകരണം, അങ്ങനെ പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇടയിൽ ചെറിയൊരു ബോധവൽക്കരണം കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ് ഏറ്റവും മുഖ്യ അജണ്ട. കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ ഇന്ധനവില കൂട്ടുന്നു, അതുപോലെ തന്നെ ഒരുപാട് നയങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ബജറ്റ് വന്നത്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു രീതിയിൽ നമുക്ക് തരാനുള്ള സബ്സിഡി തരാതെ ഇവർ മറ്റ് സെസ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഒരിക്കലും ഞങ്ങളുടെ തൊഴിലാളികളെ, സാധാരണക്കാരെ കാണുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ എപ്പോഴും കോർപ്പറേറ്റുകളെ സംരക്ഷിക്കലാണല്ലോ. കേരളത്തിൽ അതിൽ നിന്ന് ബദലായിട്ടുള്ളൊരു സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് തന്നെ.